ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് PSC ബുള്ളറ്റിനിൽ നിന്നുള്ള കുറച്ച് ഭരണഘടനാ ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഭരണഘടന രൂപം കൊണ്ടപ്പോൾ ഉള്ള ഭാഗങ്ങളുടെ എണ്ണം 22 ഭരണഘടന രൂപം കൊള്ളപ്പോഴുള്ള അനുച്ഛേദങ്ങളുടെ എണ്ണം 395. ഭരണഘടന രൂപം കൊണ്ടപ്പോഴുള്ള പട്ടികകളുടെ എണ്ണം 8. ഇതിലേതാണ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇത് മൂന്നും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഭരണഘടന രൂപം കൊണ്ടപ്പോൾ ഭാഗങ്ങളുടെ എണ്ണം 22, അനുച്ഛേദങ്ങൾ 395, പട്ടികകളുടെ എണ്ണം 8. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സമ്മതിക്കുന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? EN ഗ്ലാഡൻ്റെ വാക്കുകളാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സമ്മതിക്കുന്നതാണ്. ഇത് ആരുടെ വാക്കാണ്? EN ഗ്ലാഡൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം എന്നാണ്? ഏപ്രിൽ 21 ഇന്ത്യൻ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. 2010 കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ എത്രയായി തരംതിരിക്കാം? എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? 5 ആയിട്ടാണ് തരംതിരിക്കുന്നത്. 2010 കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ 5 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. താക്കൂർദാസ് ഭാർഗവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. കാര്യനിർവഹണത്തിൻ്റെ തലവൻ ആരാണ്? കാര്യനിർവഹണത്തിൻ്റെ തലവൻ ആരാണ്? രാഷ്ട്രപതി. കാര്യനിർവഹണ തലവൻ ആരാണ്? രാഷ്ട്രപതി. ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ഭരണഘടനാ ഭാഗം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അയർലൻഡ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അയർലൻഡ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി ഏത്? വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി ഏത്? വിവര സ്വാതന്ത്ര്യ നിയമം 2002. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? വിവര സ്വാതന്ത്ര്യ നിയമം 2002. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ആൻസർ D ആണ് ഇവിടെ. ബന്ധമില്ലാത്ത പ്രസ്താവന. DS കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത് D ആണ്. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. തെറ്റാണ്. DS കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധമുള്ളത് ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടക്കണം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നിവ DS കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധമുള്ളതാണ്. ഇവിടെ ബന്ധമില്ലാത്തത് ഏതാണ്? അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യ മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനം എന്ത്? അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനം എന്ത്? നിയമോപദേശമാണ് അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനത്തിൽ ഉൾപ്പെടുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമ ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആര്? ഗാർഹിക പീഡന നിരോധന നിയമ ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആര്? APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമാണ് ഗാർഹിക പീഡന നിരോധന നിയമ ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന പട്ടിക ഏതാണ്? 7. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? പട്ടിക 7 ആണ്.
നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം ഏതാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗമാണ് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആര്? റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു. പാർലമെൻ്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? പാർലമെൻ്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? PK തങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. PK തങ്കൻ കമ്മിറ്റിയാണ്. തങ്കനല്ല, തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. PK തുങ്കൻ കമ്മിറ്റിയാണ് പാർലമെൻ്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി. സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് സംബന്ധിച്ച ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? 165 165 ഭരണഘടനാ ആർട്ടിക്കിളാണ് സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് സംബന്ധിച്ച ഭരണഘടനാ ആർട്ടിക്കിൾ കേട്ടോ. 165. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം. 3ഉം 4ഉമാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അതായത് സ്വത്തവകാശവുമില്ല, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശവും എന്തിൽ പെടുന്നില്ല? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത്? മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഭരണഘടനയിൽ നിലവിൽ എത്ര ഭാഗങ്ങളാണുള്ളത്? ഭരണഘടനയിൽ നിലവിൽ എത്ര ഭാഗങ്ങളാണുള്ളത്? 25 ഭാഗങ്ങളാണ് നിലവിൽ ഭരണഘടനയിൽ ഉള്ളത്. സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക്? സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് കേട്ടോ. സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? മജിസ്ട്രേറ്റിന് മുൻപാകെ. ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? സരോജിനി നായിഡു. ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? സരോജിനി നായിഡു. സോളിസിറ്റർ ജനറലിൻ്റെ നിയമനം നിർവഹിക്കുന്നത് ആരാണ്? സോളിസിറ്റർ ജനറലിൻ്റെ നിയമനം നിർവഹിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സോളിസിറ്റർ ജനറലിൻ്റെ നിയമനം നിർവഹിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി ഏത്? ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി ഏതാണ്? പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏത്? 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആർട്ടിക്കിൾ 32നെയാണ് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് കേട്ടോ. ഹൃദയവും ആത്മാവും എന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ ഭരണഘടനയിൽ നിന്നുള്ളൊരു 30 ക്വസ്റ്റ്യൻസ്, ബേസിക് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ മാർക്ക്, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്